Flowers presents A.R. Rahman Show at Cochin on 12th May 2018. Get your tickets from the link below. എന്നോട് ഒരു പ്രാവശ്യം പറയൂ. എന്നോട് പറ ഐ ലവ് യു. സൂക്ഷിച്ച് സംസാരിക്കണം. താനും സൂക്ഷിച്ച് സംസാരിക്കണം. കിഴങ്ങൻ എന്റെ മറ്റവനെ കിഴങ്ങൻ. ആവേശം കൊള്ളാം, താങ്ക് യു. പക്ഷേ തുപ്പല് തെറിക്കുന്നു. പാടൂ നമ്മളൊന്നല്ലേ. നട്ടപ്രാന്തിലും പുരാണം പറയാൻ മിടുക്കനാണല്ലോ ഭരതപിഷാരടി. Everybody getting hot in the party. Come on, stop feeling. Dance, everybody. पंगड़ती queen मैं तो कुड़ी सो हसीन मगा मेरी है कसब गलबा. फिगर है का कैंट मेरा ठुमका एक्सीलेंट मेरा ग्रूवी ग्रूवी हो जा मेरे साथ. नचांगे सारी रात सोनियों वे, नचांगे सारी रात सोनियों वे. कर लो थोड़ा सा प्यार सोनियों वे, कर लो थोड़ा सा प्यार. नचांगे सारी रात सोनियों वे, नचांगे सारी रात सोनियों वे. कर लो थोड़ा सा प्यार सोनियों वे, कर लो थोड़ा सा प्यार. नचांगे सारी रात सोनियों वे, नचांगे सारी रात सोनियों वे. कर लो थोड़ा सा प्यार सोनियों वे, कर लो थोड़ा सा प्यार. ഹലോ, വെൽക്കം ടു ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഷോ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. അറിയാതെ ആണെങ്കിൽ നമ്മുടെ മുഖത്തൊരു ചിരി വന്നു പോവാണ്. ആ ഒരു കഴിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടെന്ന് അവർ ഓരോ എപ്പിസോഡിലും ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു കളർഫുൾ ഫൺ പാക്ഡ് എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വൺസ് അഗൈൻ ലെറ്റ്സ് ഇൻവൈറ്റ് നമ്മുടെ ഗസ്റ്റ്. ആ ഒരു ഗസ്റ്റിന് ഇല്ലാതെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ പറ്റില്ല. പക്ഷേ ആ ഗസ്റ്റ് ആരാണെന്ന് നിങ്ങളോട് പറയുന്നതിന് മുമ്പ് ആള് ഒരു മോഡലാണ്, ഒരുപാട് ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ആങ്കർ ആണ്, നല്ലൊരു ഡാൻസർ ആണ്. അങ്ങനെ പതുക്കെ പതുക്കെ നമ്മുടെ അഭിനയത്തിലേക്കും എത്തിക്കഴിഞ്ഞ് നിൽക്കുകയാണ് ആ കരിയർ. അപ്പൊ എന്തായാലും കട്ടുറുമ്പിലൂടെ നമുക്ക് ആ വ്യക്തിയെ കൂടുതലായിട്ട് അറിയാം. ലെറ്റ്സ് ഇൻവൈറ്റ് ദിയ. കട്ടുറുമ്പിന്റെ ഈ വേദിയിൽ ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ? അതെ. കട്ടുറുമ്പ് ടിവിയിൽ കാണാറുണ്ടോ? ഒരുപാട് ഫാൻസ് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുടെ നമ്മുടെ ജൂനിയർ ലാലേട്ടൻ. എനിക്കറിയാം ജൂനിയർ ലാലേട്ടൻ, നമ്മുടെ ദർശിതൻ. അപ്പൊ ദർശിത പെർഫോമൻസ് കാണാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. കാണാൻ വേണ്ടിയിട്ടാണ്. എന്റെ ഫാമിലി പ്രത്യേക ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ദർശിതനൊരു സ്പെഷ്യൽ ഹായ്. പിന്നെ ഇപ്പൊ എന്താണ് പുതിയ പരിപാടികളൊക്കെ? ഇപ്പം ഡെയർ ദ ഫിയർ ഭയങ്കരമായിട്ട് എല്ലാരും ഞെട്ടിപ്പിച്ച കുറെ പാമ്പിനെയും തവളേനെയൊക്കെ പിടിച്ച് അതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ തമിഴ് പ്രൊജക്ട് ചെയ്യുന്നു. തമിഴ് പ്രൊജക്ട് മലയാളം ഇങ്ങനെ പയ്യെ വരുന്നതേ ഉള്ളൂ. ആദ്യം തമിഴ്, തെലുഗു, കന്നഡ കഴിഞ്ഞിട്ട് മലയാളം വരാന്നല്ലേ? ഇങ്ങനെയൊന്നുമില്ല, കുറച്ച്. ഓക്കെ. അപ്പൊ തമിഴിൽ എന്താ ഷൂട്ട് കഴിഞ്ഞോ? ഇല്ല, ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഷെഡ്യൂൾ ബ്രേക്ക് ആണ്. അവതാര വേട്ട എന്നാണ് പടത്തിന്റെ പേര്. എന്താണ്? അവതാര വേട്ടേ. അവതാര വേട്ടേ. ഓ, അതിൽ എങ്ങനത്തെ ക്യാരക്ടറാ? പോലീസ് ക്യാരക്ടർ. വേട്ടക്കാരി അല്ല, പോലീസ്. പോലീസുകാരി, വേട്ടക്കാരി, അങ്ങനെ പറയാം. മലയാളത്തിൽ അഭിനയിക്കുമ്പോ ഇപ്പൊ മലയാളത്തിൽ അഭിനയിക്കാൻ വരികയാണെങ്കിൽ ആരുടെ കൂടെ ഒരു എൻട്രി കിട്ടണം? ഏത് നായകന്റെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹം? പറഞ്ഞോ? എന്ത് പറഞ്ഞാലും ആൾക്കാർ കുഞ്ഞു പറയണ പോലെ കണ്ടിട്ട് അങ്ങ് ക്ഷമിക്കും. എല്ലാവരും കൂടെ അഭിനയിക്കണം എന്നാണ് ആഗ്രഹം. പിന്നെ വിളിച്ചാൽ എന്തായാലും പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ പറ്റില്ലല്ലോ. അതെ. അപ്പൊ അങ്ങനെ പറയരുത്.
ശരി, അപ്പൊ എന്തായാലും മലയാളത്തില് ദിയയുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാ നടന്മാരുടെയും കൂടെ അഭിനയിക്കാൻ വേഗം പറ്റട്ടെ. നമ്മുടെ ഷോയിൽ വന്നിരിക്കുകയാണ്. ഒരുപാട് നല്ല പെർഫോമൻസ് കാണാനുള്ള സമയമാണ്. കുറെ ചിരിക്കാനുണ്ട്, അതിന്റെ കൂടെ ഡാൻസ് ചെയ്യണം, പാട്ട് പാടണം, ഡബ് സ്മാഷ് ചെയ്യണം, എല്ലാത്തിനുള്ള തൊലിക്കെട്ടി ഉണ്ടല്ലോ അല്ലേ? ഇല്ലേ? നോക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ സീറ്റ് അവിടെയാണ്. അവിടെ ഇരുന്ന് ബാക്കിയുള്ള വിശേഷം നമുക്ക് പറയാം. താങ്ക് യു. ദിയ, അപ്പൊ നമുക്ക് നമ്മുടെ എപ്പിസോഡ് തുടങ്ങാം. ആദ്യമായിട്ട് നല്ലൊരു ഡബ് സ്മാഷ് കാണാനായിട്ട് ഇങ്ങനെ ഞാനും ദിയയും പ്രേക്ഷകരൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോ വെൽക്കം ടു ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്. ഇത് ബ്യൂട്ടി നോട്ടി. ആരാ ഇത്രയ്ക്ക് പോപ്പുലർ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല? അയ്യേ, ഞാനിതൊരു കണ്ടിട്ടേ ഇല്ല. ഞാൻ സൂപ്പർ സ്റ്റാർ സൂരജ് കുമാർ. സൂപ്പർ സ്റ്റാർ സൂരജ് കുമാർ? മനസ്സിലായില്ല? ഇല്ല. മോശം മോശം. ഏത് സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആണാവോ? ഞാൻ 3-4 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. 3-4 പടങ്ങൾ അഭിനയിച്ചാലൊന്നും ഒരാള് സൂപ്പർ സ്റ്റാർ ഒന്നും ആവാൻ പറ്റില്ല. അതല്ല, പടങ്ങൾ അഭിനയിച്ചുകൊണ്ടല്ല. എന്റെ അച്ഛനെ ടൗണിൽ ചായക്കട നടത്തുക. അപ്പൊ സൂപ്പർ സ്റ്റാർ ഹോട്ടൽ എന്നാണ് പേര്. അവിടെ ഞാൻ ഇടയ്ക്ക് ചായ അടിച്ചിട്ടുണ്ട് നിൽക്കുന്നുണ്ട്. വന്നു വീണതാ. അല്ല, പിന്നെ ഏതൊക്കെയോ പടത്തില് മുഖം കാണിച്ചിട്ടുണ്ടെന്ന് ദിയ പറഞ്ഞു. ഏതൊക്കെ പടങ്ങളത്? ഞാൻ യോദ്ധാവ്, അംഗരാജ്യത്തെ ജിമ്മന്മാർ, ഗോദ. ഈ സിനിമകളിലൊന്നും ഞാൻ തന്നെ കണ്ടിട്ടില്ലല്ലോ. താമാത്രല്ലോ, ഞാനും കണ്ടില്ലെന്നേ. താൻ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? ഞാനിപ്പോ പറയുമ്പോൾ ഞാൻ പുതിയൊരു സിനിമ എടുക്കുന്നുണ്ട്. അതിലെ നായികയെ തപ്പി ഇറങ്ങിയതാണ്. നായികയെ തപ്പാൻ എന്താ, നായിക വരെ തവളയാണോ? തമാശക്കാരി. എന്റെ സിനിമയ്ക്ക് പറ്റിയ അതേ നായിക, അതേ ഹ്യൂമർ സെൻസ്. അഭിനയിക്കാമോ? എന്നെയല്ലോ നായികയൊക്കെ വന്നത്? അല്ല, രണ്ടുപേര് സ്ക്രിപ്റ്റ് മാറ്റി, സ്ക്രിപ്റ്റ് പൊളിച്ചു. ഞാൻ ഇപ്പൊ 2 നായകന്മാർ. കുട്ടി എവിടെ പോയിരിക്കൂ? രണ്ടുപേരും എന്റെ കഥ കേട്ടോളൂ. അവിടെ പോയിരുന്നോളൂ, എന്റെ നായിക വിശ്രമിച്ചോളൂ. അപ്പൊ ഞാനൊന്ന് ഷാജിനെ വിളിച്ചിട്ട് വരാം. ഏത് ഷാജി? അലവലാതി ഷാജിയാ? അലവലാതി ഷാജിയല്ല, ഷാജി കൈലാസ്. പുള്ളിയാണ് എന്റെ കഥ ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ പോയിട്ട് പ്രസന്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, ബൈ. മിസ് യു ഡാർലിംഗ്. ഇടയ്ക്ക് എന്നെ വിളിക്കണേ. വിളിക്കണമെങ്കിൽ എന്നോട് പറയണം. നീ വിളിക്കണ്ടോ? അവള് വിളിച്ചോളും. വിളിക്കണേ? വിളിക്കും. കണ്ടോ, ഇയാളൊക്കെ ആരെ പിടിച്ച് സൂപ്പർ സ്റ്റാർ ആക്കുന്നത്? ഞാൻ അഭിനയിക്കില്ലട്ടോ, നീ വേണേ പോയി അഭിനയിച്ചു. അപ്പൊ എന്തായാലും ഇതൊക്കെ കണ്ടപ്പോ ഇപ്പത്തെ നമ്മള് ചെയ്യാൻ പോകുന്ന സിനിമ ഏതാന്ന് മനസ്സിലായോ? സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ എന്നൊക്കെ പറഞ്ഞപ്പോ സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ ആയിട്ട് ആൽഫീം സംഘവും എത്തുന്നു. ലെറ്റ്സ് വാച്ച് ആൻഡ് എൻജോയ്. എനിക്ക് ജയ് വിളിക്കാൻ ഫാൻസുകാരെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരുത്തനെയും കാണാനില്ലല്ലോ. 100 രൂപ വെച്ച് 50 പേരെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പച്ചാള സാറ് പറഞ്ഞതാണല്ലോ. എനിക്ക് തോന്നുന്നത് പുതിയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ചുമ്മാ നിൽക്കുന്നവർക്ക് 150 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ. അവന്മാര് അതിനോ മറ്റോ പോയി കാണും. ഒരൊച്ചയും ബഹളവും ഇല്ലാതെ എങ്ങനെ ഹോളിൽ കയറി ചെല്ലും? ഓക്കെ, വേദന കുറവുണ്ടെങ്കിൽ ബാബു എങ്കിലും ഒന്നെന്റെ കൂടെ വന്നാൽ നന്നായിരുന്നു. ഞാൻ വരാം സാർ. ഓക്കെ, എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. 3.5 കോടി ജനങ്ങളിൽ എത്ര പേർ കേണലാവുന്നുണ്ട്? എന്റെ ഈ നേട്ടത്തിൽ ഓരോ മലയാളിയും അഭിമാനം കൊള്ളണം. ഇതൊരാഘോഷമാക്കി മാറ്റണം. അതിന് ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന തരത്തിൽ വേണം പത്രമാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കാൻ.
മീറ്റിംഗിന് ശേഷം ഇവിടെ ചിക്കൻ ബിരിയാണിയും പാനീയങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് വയറി നിറയെ കഴിക്കൂ, എന്നിട്ട് എന്നെ പറ്റി എഴുതൂ. ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് ഹിന്ദ്. ദിവസേന പെട്രോളിന്റെ വില കുതിച്ചു വരികയാണ്. അവശ്യ സാധനങ്ങളുടെ വില കാരണം സാധാരണ ജനങ്ങൾ പൊറുതിമുട്ടുന്നു. പിന്നെ ലോഡ് ഷെഡിംഗ്. ഇതിനിടയിൽ ഒരാൾ കേണലാകുന്നതിന് എന്ത് പ്രസക്തിയാണുള്ളത്? എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തോ, അനിൽകുമാർ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ചിക്കൻ ബിരിയാണി കഴിച്ച് നമുക്ക് പിരിയാം. താങ്കൾ വിളിച്ചു വരുത്തിയിട്ടാ ഞങ്ങൾ ഇവിടെ വന്നത്. ചിക്കൻ ബിരിയാണി തിന്നാനുള്ള കാശൊക്കെ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പെട്ടെന്ന് ചോദിക്കൂ. പദവികൾ പലതും നിങ്ങൾ മേടിച്ചെടുത്തിട്ടുണ്ട്. പത്മശ്രീ, ഡോക്ടർ, അങ്ങനെ പലതും. ഈ പദവികളുടെയൊക്കെ അന്തസ്സിന് ചേർന്ന സിനിമകളും കഥാപാത്രങ്ങളുമാണോ നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പദവി വേറെ, സിനിമ വേറെ. സിനിമയിലൂടെ ആണല്ലോ പദവികൾ അടിച്ചെടുത്തത്. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. ഈയിടെ വെക്കട വെടി എന്നൊരു കോടാലിപ്പടം ഇറങ്ങിയല്ലോ. അതുപോലുള്ള ചവറ് സിനിമകളിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഈ പദവികളെല്ലാം മടക്കി നൽകുക വേണ്ടത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അപ്പോ ചിക്കൻ ബിരിയാണി. വയസ്സനായ താങ്കൾക്ക് 12ഉം 13ഉം വയസ്സുള്ള പെൺകുട്ടികളുടെ നായകനായിട്ട് അഭിനയിക്കുമ്പോ നാണം തോന്നാറില്ലേ? ഞാൻ വയസ്സനാണെന്ന് പറയാൻ നീയാണോ എനിക്ക് ജനന സർട്ടിഫിക്കറ്റ് തന്നത്? 10 രൂപ ഒരു വെള്ളക്കടലാസ് ഉണ്ടെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം ആർക്കും എന്തും അറിയാൻ കഴിയും. താങ്കളുടെ പ്രീ ഡിഗ്രി മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ട്. എന്താ കാണണോ? ദുബായിൽ +2 പഠിച്ച എന്റെ പ്രീ ഡിഗ്രി മാർക്ക് ലിസ്റ്റ് ഇവിടുന്ന് കിട്ടിയെന്ന്. ഈയിടെ ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക നായകൻ താങ്കളുടെ സിനിമകളെയും വേഷങ്ങളെയും ഒരുപാട് പരിഹസിച്ചല്ലോ. അപ്പൊ എന്തു തോന്നി? ഞാൻ ചിരിച്ചുപോയി. അങ്ങേർക്ക് മതിഭ്രമല്ലേ, മതിഭ്രമം. പിന്നീട് അദ്ദേഹം വിളിച്ച് എന്നോട് മാപ്പ് പറഞ്ഞല്ലോ. അതൊരു ബ്ലാക്ക് ഹ്യൂമർ ആയിട്ട് കരുതിയാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞു. ബ്ലാക്ക് ഹ്യൂമറോ? അതെന്തോന്ന് സാധനം? അത് ഈ ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ഈ ആഫ്രിക്കയിലാണല്ലോ ഈ ബ്ലാക്ക് ഹ്യൂമർ ആദ്യമായി പൊട്ടി പുറപ്പെട്ടത്. അവിടെ മുഴുവൻ കറുത്ത വർഗക്കാരാണല്ലോ. അതുകൊണ്ടാ ബ്ലാക്ക് ഹ്യൂമർ എന്നുള്ള പേര് വന്നത്. രജനീകാന്തിന്റെ പടങ്ങളിലുള്ള ഷോട്ടുകൾ വരെ അതേപടി നിങ്ങളുടെ പടങ്ങളിലും കാണാം. മറ്റൊരു രജനീകാന്ത് ആവാനുള്ള ശ്രമമാണോ? എനിക്ക് ഞാനായാ മതി. എന്റെ പടങ്ങളുടെ DVD മുഴുവൻ 10-50 തവണ രജനീകാന്ത് വീട്ടിലിരുന്ന് കാണുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങേര് എന്നെയാണ് അനുകരിക്കുന്നത്. മലയാള സിനിമയുടെ നിലവാരം ഇത്രയേറെ അധപ്പതിക്കാൻ കാരണം നിങ്ങളെപ്പോലുള്ളവരുടെ താരാധിപത്യ പ്രവണതയാണ്. ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഏറാൻ മൂളികളെ പിടിച്ച് നിങ്ങൾ സംവിധായകരാക്കും. എന്നിട്ട് പഴഞ്ചൻ ഫോർമുലകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. സൽഗുണസമ്പന്നനായ 50 പേരെ ഇടിച്ചു തോൽപ്പിക്കുന്ന, പാട്ടും കൂത്തും ഇടിയും തൊഴിയുമായി നടക്കുന്ന നിങ്ങളെപ്പോലുള്ള പീറ നായകന്മാർ മലയാള സിനിമയെ തോലച്ചു. നിർത്തണോ? സൂക്ഷിച്ച് സംസാരിക്കണം. താനും സൂക്ഷിച്ച് സംസാരിക്കണം. കിഴങ്ങൻ തന്റെ മറ്റവന കിഴങ്ങൻ. എന്നെ തുടരുത്. ഞാൻ പത്മശ്രീയാണ്, ഞാൻ ഡോക്ടറാണ്. താൻ എന്ത് പണിയാടോ കാണിച്ചത്? ഒരു അപകടം വന്നപ്പോ എന്നെ രക്ഷിക്കാതെ ആദ്യം താനം കൂടിയല്ലേ? ആശുപത്രി കിടക്കുന്ന നേരിട്ട് എഴുന്നേറ്റ് വന്നവനാ ഞാൻ. എന്നാലും സിനിമയിൽ 10-20 വില്ലന്മാര് സാറ് പുല്ല് പോലെ ഇടിച്ചിടുന്നത് കണ്ടിട്ടാ ഞാൻ സാറിന്റെ ഫാനായത്. അതുപോലെ സാർ അവന്മാരെ ഇടിച്ചോളൂ എന്ന് ഞാൻ വിചാരിച്ചു. സിനിമയാണോ ജീവിതം? അല്ലാന്ന് ഇന്നെനിക്ക് മനസ്സിലായി. അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ. ശരിയാ സാറേ. എത്ര കൂളായിട്ടാ അവൻ സാറിനെ കിഴങ്ങാന്ന് വിളിച്ചു കളഞ്ഞത്. കുറെ ബിരിയാണിയും വെള്ളത്തിലായി. പക്ഷെ സാറിന്റെ ഏറ് കൃത്യമായിട്ട് അവന് കൊണ്ടു. ഞാൻ ചെന്നൈയിൽ തന്നെ സ്ഥിരമായി താമസിക്കുന്നത് എന്തുകൊണ്ടാന്ന് തന്റെ വിചാരം? എന്തുകൊണ്ടാ സാറേ? ഈ തമിഴന്മാർക്ക് പണക്കാരെ ബഹുമാനിക്കാൻ അറിയാം. നമ്മൾ ഇത്തിരി തൈർസാദം വാങ്ങിച്ചു കൊടുത്താൽ ആജീവനാന്തം അവർ ആ കൂറ് കാണിക്കും. 1 കിലോ അരി വാങ്ങിച്ചു കൊടുത്താൽ അവൻ നമുക്ക് വോട്ട് ചെയ്യും. ഇവിടെ ഉള്ളവന്മാർക്ക് ഒരു ഫുൾ ബോട്ടിൽ ബ്രാൻഡിയും 5000 രൂപയും കൊടുത്താൽ അത് വാങ്ങിച്ചടിച്ചിട്ട് എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. അങ്ങനെ അടച്ചു പറയരുത് സാർ. ഒന്നും തന്നില്ലേലും ഞാൻ സാറിന് മാത്രമേ വോട്ട് ചെയ്യൂ. അതിന് ഞാനിവിടെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പോകുന്നു. ഞാൻ എന്തോ പറയുന്നു, ഇയാൾ എന്തോ പറയുന്നു. രണ്ടും മലയാളം അല്ലേ സാർ? എന്ത് തോന്നി ദിയ ഈ പെർഫോമൻസ് കണ്ടപ്പോ? ഞാൻ ഫസ്റ്റ് ടൈമാണ് ലൈവായിട്ട് കാണുന്നത്. എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി പോയി. കാരണം ഇത്രയേ ഉള്ളൂ, പക്ഷെ ശ്രീനിവാസന് ഒരു രക്ഷയില്ല. സ്ഥിരമായിട്ട് നമ്മുടെ എല്ലാവരും നന്നായിട്ടുണ്ട് കേട്ടോ. എക്സ്പെഷ്യലി സുരാജ് ഏട്ടൻ, കൊമ്പ മീശ എന്നെയും കൂടി സിനിമയിൽ എടുക്കുവോ?
നീ പറ, നിന്റെ നായികയായിട്ട് വരാനുള്ള ക്വാളിറ്റി ഒക്കെ ഉണ്ടോ ആ ചേച്ചിക്ക്? ഞങ്ങൾക്ക് ഇനി മാർക്കതാ. വിസ്മയുടെ പെർഫോമൻസും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പെർഫോമൻസ് എല്ലാം ദിയ ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പൊ എന്തായാലും അടുത്ത ഡാൻസും ഡബ് സ്മാഷൊക്കെ എല്ലാരും പുതിയ വിഗ് ഒക്കെ വെച്ച് വരണം കേട്ടോ. ടാറ്റാ ടാറ്റാ. വെൽക്കം ടു ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്. ദിയ, നമ്മൾ ഇപ്പോൾ ഒരുപാട് മൂവിയിലെ സീൻസ് ഒക്കെ ഇവിടെ കുഞ്ഞുങ്ങൾ പെർഫോം ചെയ്യുന്നത് കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സ്റ്റാർസ് എല്ലാവരും സ്റ്റേജിലെ പെർഫോമൻസ്, അവരുടെ സ്റ്റേജ് പെർഫോമൻസിൽ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് കുഞ്ഞുങ്ങൾ ഇവിടെ പെർഫോം ചെയ്യുന്നതാണ് ഈ ഒരു സെഗ്മെന്റ്. നമ്മുടെ സുരേഷിന്റെ ഷോ ഇല്ലേ കോടീശ്വരൻ, ആ കോടീശ്വരന്റെ ഒരു സ്പൂഫ് മിമിക്രി ആർട്ടിസ്റ്റുകൾ സ്റ്റേജിൽ ചെയ്തിട്ടുണ്ട്. ആ പെർഫോമൻസ് ആണ് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ദിയയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പൊ കുറെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും, അതിന് ആൻസർ ഒക്കെ കണ്ടുപിടിച്ചോളൂ. അവർ ചിലപ്പോ നമുക്ക് നേരെ വിരൽ ചൂണ്ടാലോ അല്ലേ? അപ്പൊ എന്തായാലും സ്പെഷ്യൽ പെർഫോമൻസിലേക്ക് കടക്കാം. പണമില്ലാത്തവൻ പിണം, പണമുള്ളവൻ പണക്കാരൻ. അത് ലക്ഷമാണെങ്കിൽ പ്രഭു, ലക്ഷപ്രഭു. കയ്യിലുള്ളത് കോടികളാണെങ്കിൽ അവൻ ഈശ്വരൻ, കോടീശ്വരൻ. അക്കുത്തിക്കൊ താനവരമ്പേൽ കയ്യേൽ കുത്ത് കരിങ്കുത്ത്, ജീപ്പ് വള്ളം താറാമക്കട കയ്യേൽ ഒരു ബാങ്ക്. ആ ബാങ്കിൽ കിടക്കുന്ന കോടികൾ നിങ്ങളുടെ കൈകളിലെത്താൻ എനിക്ക് വായിൽ തോന്നുന്ന 15 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. ജസ്റ്റ് ആൻസർ മീ ആൻഡ് ഗെറ്റ് 1 crore. ക്രോറും കോടിയും ഒന്നിച്ചു വന്നപ്പോ കിറിയൊന്ന് കോടി. കം ലെറ്റ്സ് പ്ലേ. ഞങ്ങൾക്കുമാകണം കോടീശ്വരൻ. ഇന്ന് എന്നോട് മത്സരിക്കാനുള്ള ആളെ കണ്ടെത്തുവാനുള്ള എന്റെ വേഗവിരൽ ചോദ്യം. എല്ലാവരും മൂക്കിൽ നിന്നും വിരലെടുത്ത് ബസറിൽ വെച്ച് തയ്യാറായിരിക്കുക. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ്, ദ ചോദ്യം ഈസ്, ഞാൻ പറയുന്ന വാക്കുകളെ ക്രമത്തിൽ അടുക്കി അർത്ഥമുള്ള ഒരു മലയാള പഴഞ്ചൊല്ലാക്കി മാറ്റുക. എ അച്ചി, ബി കൊച്ചി, സി കണ്ടവന്, ഡി വേണ്ട. And the right answer is BC ഏടി. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട. മത്സരാർത്ഥികളിൽ ഏറ്റവും വേഗത്തിൽ ഉത്തരം പറഞ്ഞത് അച്ചു അങ്കിളാണ്. വെൽക്കം അച്ചു അങ്കിൾ. പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിരുന്നു. ജീവികൾക്കെല്ലാം ശല്യമായി എങ്ങും മേഞ്ഞിരുന്നു. സിംഹം എങ്ങും മേഞ്ഞിരുന്നു. നമസ്കാരം സർ. നമസ്കാരം സർ. നൗ യു ക്യാൻ ടേക്ക് യുവർ ഹോട്ട് സീറ്റ്. എന്തോ ഹോട്ട് സീറ്റിൽ കയറി ഇരിക്കാമെന്ന്. നൗ യു ആർ എലിജിബിൾ ടു പ്ലേ വിത്ത് മീ. ഞങ്ങൾക്കുമാകണം കോടീശ്വരൻ. നിയമങ്ങളൊക്കെ അറിയാമല്ലോ അല്ലേ? ഞാൻ വക്കീലല്ല. ഞാൻ സാറിനോട് 15 ചോദ്യങ്ങൾ ചോദിക്കും. ജനങ്ങളുടെയും പത്രക്കാരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് പോലെ നുണ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. എന്നാൽ കുഴപ്പമാകും. യെസ്, ഒരൊറ്റ ചോദ്യം മതി ജീവിതം വഴിമുട്ടാൻ. ആവേശം കൊള്ളാം. താങ്ക് യു. പക്ഷേ തുപ്പല് തെറിക്കുന്നു. എന്റെ ആദ്യത്തെ ചോദ്യം, ഗുരുജി കൊടുക്ക്. കുരുതി കൊടുക്കാനോ? ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? ഹൗ മെനി ലെറ്റേഴ്സ് ഓഫ് ദ അക്ഷരമാല ഈസ് ദ ഇംഗ്ലീഷ് ഈസ്? എ 26. ഏതെന്നെ 26 എണ്ണമുണ്ടോ? അതല്ല, ദ ഓപ്ഷൻസ് ആർ എ 26, ബി 100 ചില്ലുവാനം, സി 57, ഡി ഒരു ചാക്ക്. 100 ചില്ലാനം അല്ല, ചാക്ക്. 26 ഭൂമി കറങ്ങുന്നത് അച്ചുതണ്ടിലാണെങ്കിൽ കേരളം കറങ്ങുന്നത് അച്ചുമാമന്റെ ഒറ്റ തണ്ടിലാണ്. ആലോചിച്ച് ഉത്തരം പറയുക. ആലോചിക്കാനൊന്നുമില്ല. എ 26. എ 26? അതെ. ഉറപ്പിക്കട്ടെ? കോൺക്രീറ്റ് കൊണ്ട് ഉറപ്പിച്ചു. സംശയമില്ല? ഇല്ല. ഒട്ടും സംശയമില്ല? ഇല്ലെന്നേ. ഇനി
മാറ്റി പറയരുത്. ഓ പറയില്ല. കാല് മാറില്ലല്ലോ. കാലുമാറാൻ ഞാൻ ചെൽവരാജല്ല. ഇപ്പോൾ മനസ്സിൽ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് ഒരു ചാഞ്ചാട്ടം തോന്നുന്നുണ്ടോ? തന്നോട് ഞാനൊരു 150 പ്രാവശ്യം പറഞ്ഞില്ലേ A26 ഉറപ്പിക്കാൻ. പിന്നെ താൻ എന്നെ കൂടി തെറ്റിക്കാനാണോ ഈ ചാഞ്ചാട്ടവും കൂഞ്ചാട്ടവും ആയിട്ടിരിക്കുന്നത്? A26 3 തരം ഉറപ്പ്. ഇത്ര തറപ്പിച്ചു പറയാൻ സാറിന് എങ്ങനെ കഴിയുന്നു? എന്റെ ഇംഗ്ലീഷ് പ്രൊഫസർ എന്നെ പഠിപ്പിച്ചതാണ്. ആരാണ് സാറിന്റെ ഇംഗ്ലീഷ് പ്രൊഫസർ? സൗത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന ഒരേ ഒരാൾ, സൂപ്പർ സ്റ്റാർ വൃത്തിരാജ്. A26. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. താങ്കൾക്ക് 1.50, അതായത് ₹1.50 സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. ഈ ₹1.50 കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഞാനൊരു ആനയെ മേടിക്കും, എറണാകുളത്ത് 2 ഫ്ലാറ്റും ബുക്ക് ചെയ്യും. ഒന്ന് പോടോ, 1.5 ഉലുവ, അര പാക്കറ്റ് മേടിച്ച് വലിക്കും. ഇനി ₹3.40 വേണ്ടിയുള്ള എന്റെ രണ്ടാമത്തെ ചോദ്യം. ഇവിടെ ഒരു ശബ്ദം കേൾപ്പിക്കും. അതാരുടെ ശബ്ദമാണെന്ന് തിരിച്ചറിയണം. ഐഡന്റിഫൈ ദ ഒച്ച ഓഫ് ദ കേൾപ്പിക്കൽ ഓഫ് ദ മെഡല്ല ഒബ്ലാങ്കേറ്റ ഓഫ് വോയിസ്. 1 2 3. ഒരുത്തരെ വെടിവെച്ചു, മറ്റൊരുത്തരെ തല്ലി, വേറൊരുത്തരെ വെട്ടിക്കൊന്നു. ഇതൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ ശബ്ദം ആരുടേതാണ്? ഓപ്ഷൻ എ കലാഭവൻ മണി, ബി മണിയംപിള്ള രാജു, സി NM മണി, ഡി ഐസുകാരന്റെ മണി. ഈ മണി വല്ലാത്തൊരു പണിയായിപ്പോയി. വരുന്നത് വരട്ടെ എന്ന് കരുതി ഉത്തരം പറഞ്ഞാൽ ഞാൻ ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യണമെന്നില്ല, ഇക്കാര്യത്തിൽ നല്ല ലോക്കായിരിക്കുകയാണ്. മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓ മണി എന്നുള്ള പേര് പിന്നെയും പറയല്ലേ. പറയില്ല. മണിയുടെ ഒരു നാടൻ പാട്ട് വച്ചങ്ങ് കീച്ചിയാലോ? വേണ്ട. എങ്കിൽ ഞാൻ എന്റെ ചോദ്യം ഒന്ന് മാറ്റിപ്പിടിക്കാം. പക്ഷേ അതിന് മുൻപ് കളി അവസാനിച്ചിട്ടില്ല. ആരും എഴുന്നേറ്റ് പോകരുത്. അവിടെ തന്നെ ഇരിക്കണം. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. ദേ പോയി. വന്നു. വെൽക്കം ബാക്ക് ടു ഞങ്ങൾക്കുമാകാം കോടീശ്വരൻ. 4 രൂപയ്ക്ക് വേണ്ടിയുള്ള എന്റെ മൂന്നാമത്തെ ചോദ്യം. ഗുരുജി, ചോദ്യം ജസ്റ്റ് റിമെമ്പർ ദാറ്റ് തുടങ്ങിയ പദങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത മഹാനടൻ ആര്? ഹൂസ് ഷിറ്റ് ഈസ് ദ മാൻ സംഭാവന ഓഫ് ദ മലയാളം സിനിമ? ഓപ്ഷൻ എ സുരേഷ് ഗോപി, ബി കലാമണ്ഡലം ഗോപി, സി ചിറ്റൂർ ഗോപി ആൻഡ് ഡി ചില്ലി ഗോപി. ഓ ഇത്രയും ടഫായിട്ടുള്ള ചോദ്യം ചോദിക്കരുതെന്ന് ആദ്യം തന്നെ പറഞ്ഞതല്ലേ. ഇനി എന്ത് ചെയ്യും? ഓഡിയൻസ് ചോയ്സ്. ഫോൺ എ ഫ്രണ്ട് 50-50. ഫോൺ എ ഫ്രണ്ട്. ആരാണ് താങ്കളുടെ ഫ്രണ്ട്? തൊമ്മൻചാണ്ടി. തൽക്കാലം ഒരു ഫ്രണ്ട്. ഹലോ തൊമ്മൻചാണ്ടി സാർ, ഞാൻ പ്രശസ്തനായ സിനിമാ നടൻ സുരേഷ് ഗോപിയാണ്. നമസ്കാരം. സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാൻ താങ്കളുടെ ഒരു വലിയ ഫാനാണ്. താങ്ക് യു സർ. താങ്കളുടെ സിനിമകളായ ആറാം തമ്പുരാൻ, രാജമാണിക്യം, ഇതൊക്കെ 2ഉം 3ഉം പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ഫ്രണ്ടിനോട് ചോദ്യം ചോദിക്ക്. എടോ ചാണ്ടിയേ, എന്തോ ഏതോ ഒരു മലയാള നടനെ കുറിച്ചുള്ള ഒരു കുഴക്കണ ചോദ്യം. ഷാറൂഖ് ഖാൻ. ഞാൻ ചോദ്യം ചോദിക്കട്ടെ? തനിക്ക് പണ്ടേ ഉള്ളതാണ് എടുത്തുചാട്ടം. എന്നാ ചോദിക്ക. ഈ നടൻ മലയാള സിനിമക്ക് ഷീറ്റോ ഏതാണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയണത്. എനിക്ക് തോന്നുന്നത് അത് ഇടവേള ബാബു ആണ് എന്നാണ്. അത് ഓപ്ഷൻസിലില്ല. ഞാനൊരു ക്ലൂ തരാം. ആ നടന് ഭരത് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഭരതൻ. ഞാൻ ഒരു ക്ലൂ കൂടി തരാം. ഇതിപ്പോ എന്റെ ആവശ്യമായി പോയല്ലോ. ആദ്യത്തെ അക്ഷരം സു, അവസാനത്തെ അക്ഷരം പി.
അത് പറ. ഇപ്പൊ എനിക്ക് ആളെ മനസ്സിലായി. പെട്ടെന്ന് പറ, സമയം തീരാറായി. ആദ്യത്തെ അക്ഷരം സു, അവസാനത്തെ അക്ഷരം പി. സൂപ്പി സൂപ്പി, നാലകത്ത് സൂപ്പി. അത് ഉറപ്പിച്ചോ? നാലകത്ത് സുപ്പി സിനിമാ നടനല്ലല്ലോ, ഫുട്ബോൾ താരമല്ലേ. സമയം തീരാനായി, വേഗം പറ. ആര് പറഞ്ഞു സമയം തീരാറായി എന്ന്? UDF ഗവൺമെന്റ് 5 വർഷം പൂർത്തിയാക്കാതെ ഇവിടെ നിന്ന് വിളിക്കണ്ടായിരുന്നു. സമയം അവസാനിച്ചു. നന്നായി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വലിയ സിനിമാ നടൻ, പ്രശസ്തൻ. ആരാണയാൾ? നിങ്ങളുടെ നാവിന്റെ തുഞ്ചത്തുണ്ട്. തുഞ്ചത്ത് കുഞ്ചൻ നമ്പ്യാർ അല്ല, ഒരു ലൈഫ് ലൈൻ കൂടി ബാക്കിയുണ്ട്. എന്നാ പിന്നെ 2 തെറ്റുത്തരങ്ങൾ മായ്ച്ചതായോ? എടാ ഗുരുജി, മാച്ച് കൊടുക്കട 2 എണ്ണം. ഇപ്പോൾ ചിറ്റൂർ ഗോപിയും കലാമണ്ഡലം ഗോപിയും മാഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ളത് സുരേഷ് ഗോപിയും ചില്ലി ഗോപിയുമാണ്. അതെ. എന്താ? അതെ. എന്താ? പിന്നെ ഒരെണ്ണവും കൂടി മായ്ച്ചു തരാൻ പറ്റുമോ? എനിക്ക് സൗകര്യമില്ല. എങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ താങ്കൾക്ക് സാധിക്കുമോ? സാധിക്കും. ഇത്രയും ബുദ്ധിയുള്ള എന്നോടാ കളി. ഓപ്ഷൻസ് ഒന്നുമില്ല, ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, സിമ്പിൾ. താങ്കൾക്ക് ബുദ്ധിയില്ലെന്നുള്ള കാര്യം താങ്കളുടെ കൂട്ടുകാർക്കും നാട്ടുകാർക്കും അറിയാമോ? നോ. അറിയില്ലേ? ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. യെസ്. യെസ്. അപ്പൊ എല്ലാവർക്കും അറിയാം അല്ലേ? ഇതൊരു വക. രാഷ്ട്രീയക്കാരോട് കളിക്കാൻ സിനിമാക്കാർ വളർന്നിട്ടില്ല. എങ്കിൽ എസ്സും അല്ല നോയും അല്ല, നടുക്ക് കിടക്കുന്ന ഓറല്ല. ഈ ബോറൻ ചോദ്യത്തിന് ഉത്തരം പറയാത്ത നിങ്ങൾ എനിക്കു തരണം 1 crore. അച്ചുമാമ, സുഖാണോ? സുഖം. ഈ ആൻസേഴ്സ് ഒക്കെ പഠിച്ചിട്ട് വന്നാണോ? ആണോ? അപ്പൊ എന്താ ദിയെ ചോദിക്കാനുള്ള? എനിക്ക് ക്വസ്റ്റ്യൻ വരുമെന്നുള്ള ടെൻഷനായിരുന്നു. ആ ചേച്ചിയോട് അയ്യോ ആ ക്വസ്റ്റ്യൻ ആൻസർ എന്നാ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ സ്കിറ്റ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 പേരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. അപ്പൊ ഇനി നമുക്ക് ഇവരുടെ അടുത്ത ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ചെയ്ത് തീർക്കാനുണ്ടല്ലേ. അടുത്ത വേഷം ഏതാ? സസ്പെൻസ്, അതൊക്കെ ഭയങ്കര സീക്രട്ട് ആണല്ലേ. അപ്പൊ എല്ലാവരും 2 പേരും ഓൾ ദി ബെസ്റ്റ്. അടുത്തതിന് പോയി റെഡി ആയിട്ട് വരും. ടാറ്റാ. സോ ദിയ, നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. അത് ഡാൻസ് ആവാം, അല്ലെങ്കിൽ പാട്ടാവാം, അല്ലെങ്കിൽ അതിലും കൂടുതൽ എന്തെങ്കിലും ആവാം. എന്തും കാണാനായിട്ട് റെഡി ആയിട്ടിരുന്നോളൂ. ആരാണ് വരുന്നത് നമുക്ക് നോക്കാം. സോ ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. ഒത്തുപിടിക്കുന്നതാരാന്നേ, തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാൻ. ഓനാന്ന് എത്തുപിടിക്കണതോനാന്ന്, നേരാന്നേ കൂട്ടിന് വന്നതവനാന്നേ. മണ്ണാന്ന് പൊന്നു വിളയണ മണ്ണാന്ന്, പോയോരും വന്നോരും ചോര പൊടിച്ചൊരു മണ്ണാന്ന്. കതിരെല്ലാം കെട്ടണ് പതിരെല്ലാം പാറ്റണ് നിറ പറയറേ കണ്ടിര തന്താരോ. കതിരെല്ലാം കെട്ടണ് പതിരെല്ലാം പാറ്റണ് നിറ പറയറേ തന്തിര തന്താരോ. ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ, തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാൻ.
തകിട തകിട തകതിത്തന തറ 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 ഇളക്കി തലയിളക്കി മുടിയാട്ടി ഉയിരിൻ ഉയിരെ പാടൂ നമ്മളൊന്നല്ലേ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയറതിറയട്ടെ തന്തിര തന്താരോ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയറതിറയട്ടെ തന്തിര തന്താരോ ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ തീയാടാൻ തിറയാടാൻ മാണിക്കക്കാതിലുറഞ്ഞാടാൻ ഓനാന്ന് ഓനാന്ന് എത്തുപിടിക്കുന്നതോനാന്ന് നേരാന്നേ നേരാന്നേ കുതിര് വന്നതവനാന്നേ മണ്ണാന്ന് മണ്ണാന്ന് പൊന്ന് വിളയണ മണ്ണാന്ന് പോയോരും വന്നോരും ചോര പൊടിച്ചൊരു മണ്ണാന്ന് കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയറതിറയട്ടെ തന്തിര തന്താരോ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയറതിറയട്ടെ തന്തിര തന്താരോ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയറതിറയട്ടെ തന്തിര തന്താരോ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയറതിറയട്ടെ തന്തിര തന്താരോ. വെൽക്കം ടു ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്. നമ്മൾ ഇനി കാണാൻ പോകുന്നത് ലാലേട്ടന്റെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇവിടെ കുഞ്ഞുങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വടക്കുനാഥൻ എന്ന മൂവിയിലെ അതിന്റെ ഒരു ക്ലൈമാക്സ് സീൻ ഉണ്ടല്ലോ, ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആ വലിയ ലാലേട്ടനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇന്ന് നമുക്ക് നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഉണ്ടല്ലോ, ആ ലാലേട്ടന്റെ വക നല്ല ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. അപ്പൊ വടക്കുനാഥനിലെ നല്ലൊരു സീൻ കണ്ടിട്ട് തിരിച്ചു വരാം. വട്ടം വെച്ചിട്ട് എന്ത് തോന്നിയ ദിവസം കാണിക്കുന്നതാണ് വണ്ടി വഴിന്ന്. ജഡായുവാ ഞാൻ, ജഡായു. പഞ്ചവടിയിലെ പർണാശ്രമത്തിൽ നിന്ന് സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോയ രാവണനെ ഓർമ്മിക്കുന്നുണ്ടോ വിശ്വനാഥൻ? രാവണന്റെ പുഷ്പക വിമാനം തടഞ്ഞു നിർത്തിയ ആ അപകടം പിടിച്ച പക്ഷിയെ ഓർമ്മിക്കുന്നുണ്ടോ വിശ്വനാഥൻ? നട്ടപ്രാന്തിലും പുരാണം പറയാൻ മിടുക്കനാണല്ലോ ഭരത പിഷാരടി. അറിയാലോയൊക്കെ ഒടുക്കും ആ ജഡായുവിന് എന്താ പറ്റിയെന്ന്. ധൈര്യം ഉണ്ടെങ്കിൽ വെട്ടടാ എന്റെ ചിറക്. ആകാശത്തൂടെ അപ്പൂപ്പൻ താടി പറന്നു പോണത് കണ്ടിട്ട് ഭൂമിക്ക് ഗുരുത്വാകർഷണം ഇല്ലെന്ന് തെറ്റിദ്ധരിക്കരുത് വിശ്വനാഥൻ. ഇത്തിരിശ വട്ടുണ്ടെന്ന് കരുതി ഭരതപിഷാരടിക്ക് ആണത്ത ഇല്ലാന്നും. അടുക്കരുത്, അടുത്തു പോവരുത്. നോക്കില്ല ഞാൻ ബാലമാമയാണെന്നൊന്നും. എടാ നീ ആ കഴുത്തേന്ന് കാലെടുക്ക്, ചത്തുപോവൻ. ശാവണം ഇവൻ, ശാവണം. 10 മാസം ചുമന്ന് നൊന്ത് പെറ്റ തള്ളയുടെ നാഭിക്ക് ചവിട്ടിയവനവൻ. ലാളിച്ച കൈക്ക് കൊത്തിയ പാമ്പ്. ഇല്ല ബാലമാമേ, പുനർജന്മം പോലും കിട്ടാത്തൊരു മരണം തന്നെ വേണം ഇവന്. വേണ്ട മോനെ, ഈ ബാലമാമ പറയുന്നു കേക്ക്. എന്റെ കുട്ടിയെ വിടാമനെ, വിടാൻ വിടാൻ. ശത്രുവായിട്ടല്ല ഞാനിപ്പോ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്, നിന്റെ പഴയ ബാലമാമയായിട്ടാ. എന്റെ മോളുടെ ജീവിതം വേണം, വേണം ബാലമാമേ. അവൾക്ക് ഒരു ജീവിതം, അന്തസ്സുള്ളൊരു ജീവിതം. അറിയോ, പാമ്പ് മാണിക്ക കല്ല് കൊണ്ട് നടക്കണ പോലെ ഈ ജന്മം മുഴുവനും ഇവൾ എന്നെ കൊണ്ട് നടക്കുകയായിരുന്നു മനസ്സിൽ. വേണം ഇവൾക്കൊരു ജീവിതം, കൊടുക്കും ഞാനത്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ വടക്കുനാഥൻ സിനിമയിലെ ആ ഒരു ക്ലൈമാക്സ് സീനിലെ ഒരുപാട് ഇമോഷൻ നമുക്ക് മൂവി കാണുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യും. ഇവരുടെ പെർഫോമൻസും അങ്ങനെ തന്നെയായിരുന്നു. ദിയ, എനിക്ക് ദർശനത്തിനെ കൊണ്ടൊരു ഹെൽപ്പ് വേണം. വന്ദനത്തിൽ ആ ഒരു സീനില്ല ഐ ലവ് യു പറയുന്ന എന്നോട് ഒരു പ്രാവശ്യം പറയൂ. എന്നോട് പറ ഐ ലവ് യു. ലവ് യു.
താങ്ക് യു. തിരിച്ച് താങ്ക് യു അല്ല, തിരിച്ച് ഐ ലവ് യു പറയണ്ട. ഐ ലവ് യു. അപ്പൊ ദിയയുടെ ആഗ്രഹം സഫലമായിരിക്കുകയാണ് അങ്ങനെ അല്ലേ? ഇവിടെ വന്നപ്പോൾ ഉള്ള ആഗ്രഹം സഫലമായിരിക്കുകയാണ്. പിന്നെ അദ്വൈതിന് എങ്ങനെ തോന്നി പെർഫോം ചെയ്തിട്ട്? ഇങ്ങനെ സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പെർഫോം ചെയ്തപ്പോ എന്ത് തോന്നി? ഒന്നും തോന്നിയില്ല, എളുപ്പമായിരുന്നു, സിമ്പിൾ ആണല്ലേ? നമ്മളെല്ലാം പഠിച്ചു, നന്നായി തന്നെ എല്ലാവരും പെർഫോം ചെയ്തു. എല്ലാവർക്കും നല്ലൊരു കൺഗ്രാറ്റുലേഷൻ. ഇനി നമുക്ക് അടുത്ത പെർഫോമൻസിൽ കാണാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ സ്റ്റാർ പെർഫോമർ ഓഫ് ദി ഡേ ആരായിരിക്കും എന്ന് അറിയാനായിട്ട്. ഇന്ന് നമ്മൾ കണ്ടതിൽ ഒരുപാട് നമ്മൾ ചിരിച്ച ഒരു ഡബ് സ്മാഷ് ആണ് സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ. അതിൽ ശ്രീനിയേട്ടനായിട്ട് തകർത്ത് അഭിനയിച്ച നമ്മുടെ ആൽഫിയാണ് ഇന്നത്തെ എപ്പിസോഡിലെ സ്റ്റാർ പെർഫോമർ ഓഫ് ദി ഡേ. സോ ആൽഫിക്കും പിന്നെ ആൽഫിയുടെ അച്ഛനെയും നമുക്ക് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ആൽഫി, കൺഗ്രാറ്റുലേഷൻ. എന്താണ് സമ്മാനം എന്നറിയില്ലേ? ഇവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് വണ്ടർലേ പോവാനായിട്ടുള്ള ഒരു ഗിഫ്റ്റ് വൗച്ചർ ആണ്. ആൽഫിക്കും ആൽഫിയുടെ പപ്പായ്ക്കും കൂടി പോവാം, പിന്നെ കൂട്ടത്തിൽ ആരും വേണമെങ്കിൽ കൂട്ടിക്കോളൂ കേട്ടോ. അപ്പൊ ദിയ തരൂ. സോ ദിയാണ് ആ ഒരു വണ്ടർലേ പോവാനുള്ള ഗിഫ്റ്റ് ആൽഫിക്ക് സമ്മാനിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. എന്ത് തോന്നുന്നു പപ്പ, അവന്റെ പെർഫോമൻസുകളൊക്കെ ഇങ്ങനെ ടിവിയിലും സ്റ്റേജിലൊക്കെ കാണുമ്പോ എന്താ തോന്നാറ്? സന്തോഷമുണ്ട്. വീട്ടിലെങ്ങനെയാള്? അടിച്ചുപൊളി. വലിയ കുറുമ്പൊന്നും ഇല്ല തോന്നുന്നു അല്ലേ? ഇല്ല, മിടുക്കനായിട്ട് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നവരാണ്. അപ്പൊ ആൽഫി, അപ്പൊ പോയിട്ട് വരൂ കേട്ടോ. പോയിട്ട് വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയണം. ഈ പുറത്തൊക്കെ പോകുമ്പോ ആൾക്കാർ ആൽഫി തിരിച്ചറിയുന്നില്ല ഇപ്പം. അപ്പൊ എങ്ങനെയാണ്, എന്തൊക്കെയാണ് സ്കൂളിലും പുറത്തൊക്കെ പോകുമ്പോ ആൾക്കാർ എന്താ പറയാറ്? പരിപാടി അപ്പൊ അങ്ങനെയൊക്കെ മിടുക്കനായി വരണം. ഓക്കെ, അപ്പൊ പോയിട്ട് വിശേഷമൊക്കെ വന്ന് പറയൂട്ടോ. ടാറ്റാ. വെൽക്കം ടു ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്. സോ ദിയ നല്ലൊരു ഡാൻസർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പെഷ്യൽ പെർഫോമൻസിൽ ഒരു നല്ല ഡാൻസ് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് കട്ടുറുമ്പിലെ കുട്ടികളുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരെ വിസ്മയിപ്പിക്കാൻ ഒരു ഡാൻസ് നമ്പറുമായിട്ട് അടിപൊളി ഒരു ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്പെഷ്യൽ പെർഫോമൻസിലേക്ക് സ്വാഗതം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആഹാ, വന്ന് നിൽക്കുന്നതാണ് തന്നെ എന്തൊരു ഐശ്വര്യം. എന്താണ് ചെയ്യാൻ പോകുന്നത് മോളെ? വെസ്റ്റേൺ ഡാൻസ്. വെസ്റ്റേൺ ഡാൻസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, എവിടുന്നാ നിങ്ങൾ വരുന്നത്? നമ്മള് ഡാൻസ് വേൾഡ് കണ്ണൂർ, പുതിയൊരു ഡാൻസ് വേൾഡ് കണ്ണൂരിന്നാണ് വരുന്നത്. ഓ, അപ്പൊ നിങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പ് തന്നെയാണ് എല്ലായിടത്തും പെർഫോം ചെയ്യാൻ പോകുന്നത്? അതെ. എത്ര നാളെടുത്തു പ്രാക്ടീസ് ഒക്കെ? കുറച്ചായി. ഇപ്പൊ ഏത് ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്? സിക്സ്ത്തില്. ബാക്കി എല്ലാവരും ഫോർത്ത്, സെക്കൻഡ്. ഓക്കെ. അപ്പൊ എല്ലാരും നമ്മുടെ കട്ടുറുമ്പിന്റെ ഒരു ഏജ് തന്നെയാണല്ലേ? വെരി ഗുഡ്. ദിയ, ഇതാണ് നമ്മുടെ സ്പെഷ്യൽ പെർഫോമൻസ്. കണ്ടില്ലേ കബാലി മ്യൂസിക് ഇങ്ങനെ നിൽക്കുക, എന്ത് ക്യൂട്ടാന്നറിയോ? അതെ, നല്ല കോസ്റ്റ്യൂം ആണ് കേട്ടോ നിങ്ങളുടെ. പിന്നെ എല്ലാവരും കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും തകർക്കാം അല്ലേ? എല്ലാം സെറ്റ് അല്ലേ? ഇനി ഒന്നും ആവശ്യമില്ലല്ലോ? എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ എന്തായാലും നമ്മൾ കൂടുതൽ സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇവരുടെ മനോഹരമായിട്ടുള്ള ഡാൻസ് പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു വരാം.
you fix it. Prove my point, and I remix it. You're the A-double-L fraction I got together to make the track flow better. That's why we sample, now you know what's up. If I'm on the move, I can't stop. The beat is simple, but you can't refuse it. That's why I love music. Move on, baby. Move on, baby. Move on, baby. Let's get together. Move on, baby. Move on, baby. Move on, baby. Let's get together. Move on, baby. Move on, baby. Move on, baby. Let's get together. Move on, baby. Move on, baby. Move on, baby. Let's get together. Take the chance, giving all that you can, but it doesn't feel a thing for you. You can try to belong, so nothing will go wrong. Maybe he will be back to search for you. Again and again, I keep going with a swing. I stay funky like this and I win. Beats to move ya, so I can prove ya that I can rock a microphone like I used to. I love music, you can you feel it? Check me out, this is how I deal it. The bass, the mid, the treble, I just fuse it together. Cause I love music. Move on, baby. Move on, baby. Move on, baby. Let's get together. Move on, baby. Move on, baby. Move on, baby. Let's get together. Baby, baby. Baby, Yay! Super! മോന്റെ പേര് പറഞ്ഞോ. അശ്വിൻ, ദേവനന്ദ്, ഋഷികേശ്, അനുഷ്ക, അനുഷ്ക, ദേവസേന, അഷ്മിക കെ, അഷ്മിക, ഷിഫ, ഷിഫ, മയൂക, സാൻവി, നിവേദ്യ, ജിഷ്ണു, ദേവന്ത്, ദേവന്ത്. ദേവന്ത്. അപ്പൊ ദാ എല്ലാവരുടെ കിടിലം പേരുകളാണല്ലോ നിങ്ങളുടെ. നിങ്ങൾ ഒരുമിച്ച് എങ്ങനെ ഈ മാഷിന് കിട്ടി? നല്ല പെർഫോമൻസ്, ഒരുപോലെ തന്നെ പെർഫോം ചെയ്തു, നല്ല പേര്, കാണാനും നല്ല സുന്ദരനും സുന്ദരികളും അല്ലേ? നീ എന്ത് തോന്നി? പച്ച പച്ച ഞാനിങ്ങനെ സൈലന്റ് ആയിട്ടിരുന്നത് ഇതിലേക്ക് തന്നെ വാച്ച് ചെയ്തിരിക്കും. നോ കമന്റ്സ്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന് പെർഫോം ചെയ്തിട്ട് എന്താ തോന്നിയത്? പൊളിച്ച്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ കണ്ണൂരിൽ നിന്ന് വരണം, എല്ലാവരും വരണം കേട്ടോ. പുതിയ പുതിയ വെറൈറ്റീസ് ഒക്കെ ആയിട്ട് വരില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡാൻസുകളൊക്കെ ആയിട്ട് വരിക. എന്ന് വന്ന് ഇവിടെ കളിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷമായിരിക്കും. അപ്പോ ഈ നമ്മുടെ മാഷിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞില്ല. ആരാ നിങ്ങൾ ഇത് പഠിപ്പിച്ചത്? ജാസ്മീർ കെ പി. ജാസ്മീർ കെ പി. അദ്ദേഹമാണ് ഇവരുടെ കൊറിയോഗ്രാഫർ. അപ്പൊ അദ്ദേഹത്തിനും നല്ലൊരു കൈയടി കൊടുക്കാം. കാരണം ഇത്ര ചെറിയ കുട്ടികളെ നന്നായിട്ട് ട്രെയിൻ ചെയ്തു. അപ്പൊ ദിയ, നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇത് നല്ലൊരു പഞ്ചായിട്ട് എനിക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നില്ല. വൈൻഡ് അപ്പ് ചെയ്തേ പറ്റുള്ളൂ. പ്രേക്ഷകർക്ക് കൂടുതൽ പരിപാടി കാണണ്ടേ? അതുകൊണ്ട് ദിയയെ ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ മനോഹരമായിട്ടുള്ള എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ദിയക്ക് ഈ പെർഫോമൻസ് ഇഷ്ടമായി. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? അത് കണ്ടിട്ട് എന്ത് തോന്നി? ഒന്നും പറയാനില്ല. ഒന്നും പറയാൻ വാക്കുകളില്ല. വാക്കുകൾക്ക് അതീതമായി കട്ടുറുമ്പ് മാറിക്കൊണ്ടിരുന്ന ഇവിടെ വരുന്ന ഗസ്റ്റുകൾ എന്ത് ചെയ്യും? എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു ഷോ ആണ് കേട്ടോ. കാരണം ഒരുപാട് എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ കുട്ടികളൊക്കെ ഉണ്ട്. അവർ ഇവരുടെ പെർഫോം ചെയ്തിട്ട് അവർക്കൊരു എക്സ്പീരിയൻസ് പോലെ അവർ ആ ഒരു ഇതിൽ ടി വിയിൽ കണ്ടിട്ട് ചിലപ്പോൾ ലാലേട്ടൻ സ്റ്റൈലിൽ ഇന്നസെൻ്റ് ക്യാരക്ടറൊക്കെ ചെയ്യുന്ന ആ ലെവലിൽ കുറേ പിള്ളേർ വീട്ടിൽ നിന്ന് ചുമ്മാ ഓരോ ഡ്രസ്സിലേക്ക് വന്നിങ്ങനെ ചെയ്യാറുണ്ട്. ശരിക്കും നല്ലൊരു പ്രോഗ്രാമാണ്. അതെ അതെ, ഒരുപാട് കുട്ടികൾക്ക് ഇപ്പം ഇതൊരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. അപ്പം എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെ പോലെ ഇനിയും ഒരുപാട് പേര് വരട്ടെ. അപ്പം നമുക്കിതാ ഈ ദിയ ചേച്ചിക്ക് നിങ്ങളുടെ ഡാൻസ് കണ്ടിട്ട് മതിയായില്ല എന്നാ പറയുന്നത്. എനിക്കും മതിയായില്ല. നിങ്ങളുടെ കൂടെ കളിക്കണം. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു ഡാൻസ് ഇട്ടിട്ട് ഞങ്ങളെയും കൂടെ ഒന്ന് കൂട്ടോ? ഓക്കെ, അപ്പൊ റെഡി? വേണോ? അത് വേണം. അയ്യോ, അത് വേണം. അപ്പൊ എന്തായാലും ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് നമ്മൾ ടാറ്റാ ബൈ ബൈ പറയാൻ പോവാണ്. ടാറ്റാ എല്ലാവരും, ടാറ്റാ ടാറ്റാ ബൈ ബൈ. சொடக்கு மேல சொடக்கு போடுது என் விரல் வந்து நடுத்தருவில் நின்னு சொடக்கு மேல சொடக்கு போடுது. சொடக்கு மேல சொடக்கு போடுது என் விரல் வந்து நடுத்தருவில் நின்னு சொடக்கு மேல சொடக்கு போடுது. ஐயவங்க எங்கே இருக்கீங்க? என்னையா செய்வீங்க? எப்பயா செய்வீங்க? சொடக்கு மேல சொடக்கு மேல அப்படி சொடக்கு
மேல சொடக்கு போட்டுது என் விரல் வந்து நடுத்தருவில் நின்று சொடக்கு மேல சொடக்கு போடுது இருக்கீங்க என்னையா செய்வீங்க எப்பயா செய்வீங்க சொடக்கு மேல சொடக்கு மேல அப்படி சொடக்கு மேல சொடக்கு போட்டுது என் விரல் வந்து நடுத்தருவில் நின்று சொடக்கு மேல சொடக்கு போடுது சொடக்கு மேல சொடக்கு போட்டுது என் விரல் வந்து நடுத்தருவில் நின்று சொடக்கு மேல சொடக்கு போடுது நடக்கிறவன மறக்க விடணும் அடக்கிறவன சிரிக்க விடணும் தொடங்குனவன தொடங்க விடணும் கலங்கினவன கலக்க விடணும் அடுக்க தடுக்க தாண்டி வரணும் மிதிக்க மிதிக்க மீண்டு வரணும் மதிக்க கொதிக்க போக வரணும் கீழே முளைச்சு வரணும் சொடக்கு மேல சொடக்கு மேல அப்படி சொடக்கு மேல சொடக்கு போட்டுது ഈ മുതല് എന്ന് പറയുമ്പോ ഒരു 3 ലക്ഷം റുപ്യല്ലേ? പക്ഷെ അതൊന്നും ചോദിക്കാനല്ല ഞാൻ വന്നത്. എന്റെ അപ്പച്ചന്റെ സ്ഥാനത്ത് ഞാൻ കാണുന്നത് അത് നിന്റെ അമ്മച്ചു സമ്മതിക്കോണ്ടാവൂ. അയ്യ എന്തൊരു ചളിഞ്ഞ തമാശ. കദളി വാഴക്കൈയിലിരുന്ന് കാക്കയിരുന്നു ഇരുന്നു വിളിച്ചു. ആനുണ്ട് പുലിയുണ്ട് മാങ്ങാ തൊലിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എലിയെ പോലും കാണാനില്ല. അങ്ങെന്താണ് ഇപ്പോൾ കുതിര സവാരിക്ക് പോകാത്തത്? ഏതോ കുരുത്തം കെട്ട പിള്ളേര് കുതിരയുടെ പുറത്ത് ഉണ്ട മുളക് കൊണ്ട് തേച്ചടേ. നീ ഇതൊക്കെ ആ സംയുക്ത കണ്ടു പഠിക്കേ. ഏത് സംയുക്ത? ബിജു മേനോന്റെ ഭാര്യ. Flowers presents A.R. Rahman Show at Kochi on 12th May 2018. For tickets, log on to www.flowerstv.in.